ആന എഴുന്നള്ളിപ്പിൽ കർശന നിലപാടുമായി ഹൈക്കോടതി. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകൂ. ആനകളെ ഉപയോഗിക്കുന്നത് ആചാരത്തിന്റെ ഭാഗമല്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സുരക്ഷ മുൻനിർത്തി ആനകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാവുമോ എന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ആനപ്രേമികളെ കോടതി പരിഹസിച്ചു. ആനപ്രേമികൾ ചങ്ങലയിൽ ബന്ധനസ്ഥരായ ആനകളെ കണ്ടാണോ ആസ്വദിക്കുന്നത് എന്നായിരുന്നു കോടതിയുടെ പരിഹാസം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തൃപ്പൂണിത്തുറ ശ്രീപൂർണത്രയീശ ക്ഷേത്രത്തിൽ നിന്നാണ് വിഷ്ണു വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ദേവസ്വങ്ങൾ വലിയ പ്രതിഷേധമുയർത്തുന്നതിനിടെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് വ്യക്തമാക്കുന്നു കോടതി. ഒപ്പം അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, പരിഹാസങ്ങൾ ഉന്നയിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ഈ തീരുമാനത്തെ ദേവസ്വങ്ങൾ കാണുന്നത് എങ്ങനെ? രജിത്ത, പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഹൈക്കോടതി ഈ നിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകൂ എന്നൊരു നിലപാട് എടുത്തത്. അതിരൂക്ഷ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും നേരത്തെ നിശ്ചയിച്ച നിർദ്ദേശങ്ങൾ പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 3 മീറ്റർ അകലമാണ്. ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 മീറ്റർ അകലം പാലിച്ചേ മതിയാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ 9 ആനകളെ എഴുന്നള്ളിക്കാവൂ എന്നുള്ള കർശന നിർദ്ദേശവും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ആനപ്രേമികളെ പരിഹസിക്കുന്ന നിലപാടാണ് ഹൈക്കോടതി ഇന്ന് സ്വീകരിച്ചത്. ആനപ്രേമികൾക്ക് ചങ്ങലയിൽ ബന്ധനസ്ഥരായ ആനകളെ കണ്ടാണോ ആസ്വദിക്കേണ്ടത് എന്ന് ഹൈക്കോടതി ഇന്ന് ചോദിച്ചു. ആളുകളുടെ സുരക്ഷ, ഉത്സവം അല്ലെങ്കിൽ എഴുന്നള്ളിപ്പൊക്കെ കാണാൻ വരുന്ന ആളുകളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. അതിനെ മാനിക്കാൻ ദേവസ്വങ്ങൾ തയ്യാറാകണമെന്നാണ് പറഞ്ഞത്. നമ്മൾ അല്പസമയം മുമ്പ് ഈ ശ്രീപൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതി വിധി മാനിക്കുന്നു, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിക്കുന്നു. മുൻ വർഷങ്ങൾ പോലെ തന്നെ ഉത്സവത്തിന്റെ മാറ്റു കുറയാതെ ഉത്സവം നടത്തും. അതായത് ആ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും ഉത്സവം നടത്തുക എന്ന് ദേവസ്വങ്ങൾ പറയുന്നു. ഹൈക്കോടതി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ ദേവസ്വങ്ങൾക്ക് മുൻപിൽ മറ്റു മാർഗങ്ങളില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുക ഇനി തൃശ്ശൂർ പൂരം അടക്കം അല്ലെങ്കിൽ മറ്റ് പൂരങ്ങൾ, വലിയ പൂരങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ആനകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതും അതോടൊപ്പം ഈ 3 മീറ്റർ വീതിയുമെല്ലാം വലിയ പ്രതിസന്ധിയായി വരിക. അത് എങ്ങനെയായിരിക്കും ഇനി ദേവസ്വങ്ങൾ നേരിടുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ തുടർ നിയമ നടപടിയുമായി അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. റിജിത്ത്, വിഷ്ണു, സർക്കാരിന് മുമ്പിലേക്കും ഈ വിഷയം എത്തിയിട്ടുള്ളതാണ്. കോടതി ഇങ്ങനെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇളവും ഉണ്ടാവില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും വിഷ്ണു? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ദുർഘടം പിടിച്ചതും പ്രതിസന്ധി നിറഞ്ഞതുമാണ് ഈ കോടതിയുടെ നിലപാട്. കാരണം തൃശ്ശൂർ പൂരം അടക്കം സർക്കാരിന് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ LDF സർക്കാരിനൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ മറ്റൊരു സമാനമായ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തി നിൽക്കുന്നു. ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആന എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ആചാരപ്രകാരമുള്ള വലിയ ചടങ്ങ് കൂടിയാണ്. അതുകൊണ്ട് ആളുകൾ ഒരുപാട് പേർ കാണാനെത്തുന്നതാണ്. ഒരുപാട് ആനപ്രേമികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവരെല്ലാം തൃപ്തിപ്പെടുത്തേണ്ട ഒരു ചുമതല ഈ ദേവസ്വങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആചാരത്തിന്റെ ഭാഗമായി ഇത്രയധികം ആനകളെ എഴുന്നള്ളിക്കണം എന്നൊരു ശാഠ്യം ദേവസ്വം ബോർഡ് കോടതിയിൽ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ അതിനാണിപ്പോൾ ഹൈക്കോടതി വിലങ്ങുതടിയിട്ടിരിക്കുന്നത്. അത് പാടില്ല. ആനകളെ എഴുന്നള്ളിക്കുന്ന ആചാരപ്രകാരമാണെങ്കിൽ എന്തിനാണ് 15 ആനകൾ, 9 ആനകൾ മതിയാകില്ലേ എന്നൊരു ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. സർക്കാരിനോട് കൂടിയാണ് ആ ചോദ്യം. ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ നിന്നുള്ള മന്ത്രി കെ രാജൻ അടക്കം ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ സർക്കാർ നടത്തുമെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളിൽ, നിർദ്ദേശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല, യാതൊരു തരത്തിലുള്ള ഇളവും നൽകാൻ കഴിയില്ല എന്ന നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് കോടതി. ഒപ്പം തന്നെ പൂരപ്രേമികൾക്ക് വിമർശനം, പരിഹാസമൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്.